നമ്മൾ ഇപ്പോൾ ഇന്നലെയൊക്കെയായിട്ട് എന്ത് ചെയ്തു, ഈ രഹസ്യത്തിൻ്റെ 2-3 പേജസ് വായിച്ചിരുന്നു. അതായത് ഫസ്റ്റത്തെ ആമുഖവും ഉള്ളടക്കവും കൃതജ്ഞതയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെയാണ് നമ്മളെന്ത് തുടങ്ങുന്നത്, ഈ രഹസ്യത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. അപ്പോൾ അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. രഹസ്യം വെളിപ്പെടുത്തുന്നു. ബോബ് പ്രോക്ടർ തത്വചിന്തകനാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്, വ്യക്തിത്വ പരിശീലകനുമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വേണ്ടതെന്തും രഹസ്യം നിങ്ങൾക്ക് നേടിത്തരും. സന്തോഷം, ആരോഗ്യം, പണം, ഇതൊക്കെ നമുക്ക് രഹസ്യം നേടിത്തരുമെന്നാണ് ബോബ് പ്രോക്ടർ പറയുന്നത്. അടുത്തത് ഡോക്ടർ ജോ വിറ്റാലെ. അദ്ദേഹം ഒരു മെറ്റാഫിസിഷ്യനാണ്, മാർക്കറ്റിംഗ് വിദഗ്ധനാണ്, എഴുത്തുകാരനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാം, ചെയ്യാം, ആയിത്തീരാം. പിന്നെ അടുത്തത് ജോൺ അസ്രഫാണ്. സംരംഭകനാണ്, ധനാർജന വിദഗ്ധനാണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമുക്ക് നേടാൻ കഴിയും. അത് എത്ര വലുതായാലും പ്രശ്നമല്ല എന്നാണ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പേജിലുള്ളത്, എങ്ങനെയുള്ള വീടാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഒരു കോടീശ്വരൻ ആകണമെന്നുണ്ടോ? ഏതുതരം ബിസിനസ് ആണ് നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്? ഇനിയും വൻ വിജയങ്ങൾ നേടണമെന്നുണ്ടോ? വാസ്തവത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഡോക്ടർ ജോൺ ഡിമാർട്ടിനി. തത്വചിന്തകൻ, നാഡീരോഗ വിദഗ്ധൻ, ചികിത്സകൻ, വ്യക്തിത്വ പരിവർത്തന വിദഗ്ധൻ. ഇതാണ് ജീവിതത്തിൻ്റെ മഹത്തായ രഹസ്യമെന്ന് പറയുന്നത്. അടുത്ത ഡോക്ടർ ഡെനീസ് വെയ്റ്റിലി പറയുന്നത്, അദ്ദേഹം മനഃശാസ്ത്രജ്ഞനാണ്, മാനസിക ശേഷി വികസന പരിശീലകരുമാണ്. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ കാലത്ത് ഈ രഹസ്യം മനസ്സിലാക്കിയ വ്യക്തികൾ അത് മറ്റാർക്കും പങ്കുവയ്ക്കാതെ സ്വന്തമാക്കി വെക്കാൻ ആഗ്രഹിച്ചു. ഈ രഹസ്യം ജനങ്ങളെ അറിയിക്കാതെ അവർ സൂക്ഷിച്ചു. ആളുകൾ തൊഴിലിനു പോയി, അവരവരുടെ ജോലി ചെയ്തു, തിരികെ വീട്ടിൽ വന്നു. സ്വന്തമായി ഒരു ശക്തിയും നടാതെ ഒരു തരിക്കല്ലിൽ എന്ന പോലെ അവർ അധ്വാനിച്ചു. രഹസ്യം ചുരുക്കം ചില വ്യക്തികളിൽ ഒതുങ്ങി. ചരിത്രത്തിലുടനീളം ഈ രഹസ്യം കയ്യിൽ ഒതുക്കി വെക്കാൻ കൊതിച്ചവർ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഈ അറിവ് പ്രചരിപ്പിക്കാൻ വഴികൾ കണ്ടെത്തിയവരും ഉണ്ടായിരുന്നു. പിന്നെ മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത് എന്ന് പറയുന്ന ഒരു ദാർശനികനും അഗാപ്പെ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ സ്ഥാപകനുമായ അദ്ദേഹം പറയുന്നത്, ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാമ്പത്തിക അത്ഭുതങ്ങൾ, ശരീരത്തിലും മനസ്സിലും രോഗശാന്തി നേടിയ അത്ഭുതങ്ങൾ, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ സുഖപ്പെടുത്തിയ അത്ഭുതങ്ങൾ. ജാക്ക് കാൻഫീൽഡ് എഴുത്തുകാരനാണ്. അദ്ദേഹം അധ്യാപകനാണ്, ജീവിത പരിശീലകനാണ്, പ്രചോദന പ്രാസംഗികനാണ്. ഇതെല്ലാം സംഭവിക്കുന്ന രഹസ്യം എങ്ങനെ പ്രയോഗിക്കാം എന്ന അറിവ് മൂലമാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് പാർട്ടായിട്ട് വെക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും പേജ്, തേർഡ് പേജിൻ്റെ തുടക്കം മാത്രം. ബാക്കി നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.